ചോറിനൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങക്കറി റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോണത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മാങ്ങക്കറി ഉണ്ടാക്കാനായിട്ട് 2 മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതധികം പുളിയില്ലാത്ത മാങ്ങയാണ്. പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഒരെണ്ണം മതിയാകും. പിന്നെ 2 പച്ചമുളക്, ഒരു ചെറിയ സവാള, വലിയ സവാളയാണെങ്കിൽ പകുതി മതിയാവും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇതെല്ലാം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കറി ഒരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവാള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇതെല്ലാം ചേർത്ത് കൊടുത്തു. ഇതിലോട്ട് ചേർക്കേണ്ടത് പൊടികളാണ്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഈ കറിയിലോട്ട് മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ വിനിഗർ. ഇനി ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം കൈ വെച്ച് നന്നായിട്ട് ഞരടി തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. സവാളയിൽ നിന്ന് വെള്ളമെല്ലാം പുറത്ത് വന്ന് സവാളയൊക്കെ നല്ല സോഫ്റ്റായി കിട്ടണം വരെ കൈ വെച്ച് നല്ല ബലത്തിൽ തന്നെ ഞരടി തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എല്ലാം നല്ല ഡ്രൈ ആയിട്ടാണ് ഇരുന്നത്. ഇപ്പോൾ സവാളയിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ട് ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. സവാളയെല്ലാം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച മാങ്ങ കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നും കൂടി കൈവച്ച് ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. ഇങ്ങനെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ മാങ്ങക്കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇങ്ങനെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച ശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണ നേരത്ത് നമുക്ക് ഈ കറിയിലേക്ക് വേണ്ട തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് കറിയിലേക്ക് വേണ്ട തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. ഈ കറിക്കായിട്ട് ഒരു വലിയ തേങ്ങ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. ഈ തേങ്ങയുടെ പാല് പിഴിഞ്ഞെടുക്കണം. ഒന്നാം പാൽ എടുക്കാനായിട്ട് തേങ്ങേനെ മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അതിലോട്ട് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് അരച്ചെടുത്തിട്ടാണ് ഒന്നാം പാല് പിഴിഞ്ഞെടുത്തത്. 2ഉം 3ഉം പാല് ഇതുപോലെ തന്നെ പിഴിഞ്ഞെടുക്കണം. 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് മിക്സിയിലൊന്ന് അടിച്ച് രണ്ടാം പാല് പിഴിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ വീണ്ടും 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് മൂന്നാം പാലും പിഴിഞ്ഞെടുക്കണം. രണ്ടാം പാലും മൂന്നാം പാലും ഒരേ പാത്രത്തിലോട്ട് തന്നെയാണ് നമ്മൾ പിഴിഞ്ഞൊഴിച്ച് വെച്ചത്. സെപ്പറേറ്റ് ആയിട്ടല്ല നമ്മൾ പിഴിഞ്ഞൊഴിച്ചെടുത്തത്. അപ്പോൾ നമ്മൾ മെഷർ ചെയ്ത് നോക്കുമ്പോൾ 250 ml കപ്പിൽ 2 കപ്പാണ് കിട്ടിയിട്ടുള്ളത്. ഒന്നാം പാലും കൂടി ഇതുപോലെ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. ഒന്നാം പാല് 250 ml കപ്പിൽ മെഷർ ചെയ്ത് നോക്കുമ്പോൾ 1 കപ്പും ഇതൊരു 1/4 കപ്പും, അങ്ങനെ മൊത്തം 1/4 കപ്പാണ് ഒന്നാം പാല് കിട്ടിയിട്ടുള്ളത്. ഇനി കറി വെക്കാനായിട്ട് തുടങ്ങാം. നമ്മൾ നേരത്തെ ഞെരടി തിരുമ്മി വെച്ച് സവാളയും മാങ്ങയൊക്കെ ഉണ്ടല്ലോ, അതിലോട്ട് ഈ രണ്ടാം പാലും മൂന്നാം പാലും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാങ്ങയൊക്കെ വെന്ത് കിട്ടുന്നവരെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കണം. മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. മാങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. മാങ്ങയെല്ലാം വെന്ത് ഈ ഒരു പരുവായി കഴിയുമ്പോൾ ഇതിലോട്ട് ഒന്നാം പാല് ചേർത്ത് കൊടുക്കണം. സിമ്മിലിട്ടിട്ട് വേണം ഒന്നാം പാല് ചേർത്ത് കൊടുക്കാനായിട്ട്. ഒന്നാം പാല് ചേർത്ത് കൊടുത്ത ശേഷം കറി തിളയ്ക്കാനായിട്ട് പാടില്ല. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ആവി വന്നു കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യണം. ഒന്നാം പാല് ചേർത്ത് കൊടുത്ത ശേഷം കറി തിളപ്പിച്ചാൽ കറി പിരിഞ്ഞു പോകും. ഒന്നാം പാല് ചേർത്ത് നന്നായിട്ട് ആവി വരുന്നത് വരെ കൈയെടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ കറി പിരിഞ്ഞു പോകും. ഇപ്പോൾ നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഈ നേരത്ത് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഈ നേരത്ത് ഉപ്പ് നോക്കുക. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് മൊത്തം 1.5 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം 1-2 മിനിറ്റ് കൂടി കറി ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ചട്ടിക്ക് നല്ല ചൂടാണല്ലോ, അപ്പോൾ കറി പിരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ 1-2 മിനിറ്റ് കൂടി ഒന്ന് കറി ഇളക്കി കൊടുക്കുക. പിന്നെ ഈ കറി ഇരിക്കുന്തോറും ഒന്ന് കുറുകി വരും. ഇനി ഈ കറിയിലോട്ട് കടുക് പൊട്ടിച്ച് ചേർക്കണം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചു. ചീനച്ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയും ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുത്തത്. കടുക് പൊട്ടി വന്നപ്പോൾ 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവയും പൊട്ടി വന്നപ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് രണ്ടായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് കറിയിലോട്ട് ചേർത്ത് കൊടുക്കണം. ഈ കടുക് വറുത്തത് കറിയിലോട്ട് ചേർത്ത് കൊടുത്ത ശേഷം കറി ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് മൂടി വെക്കണം. അപ്പോഴായിരിക്കും കടുക് പൊട്ടിച്ചതിൻ്റെ ഫ്ലേവറൊക്കെ കറിയിലോട്ട് നന്നായിട്ട് ഇറങ്ങിയിട്ട് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ഈ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്